ഹലോ, നമസ്കാരം. പ്രൊഫഷൻസ് ജങ്ക്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്. എന്താ വെച്ചാൽ ChatGPT ഉപയോഗിച്ചവർക്കറിയാം, നമ്മുടെ പണ്ട് ഗൂഗിൾ ഉപയോഗിച്ചൊരു കാര്യം ചെയ്യണമെങ്കിൽ 10 ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കത് 5 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ അതിൻ്റെ ഒരു കയറ്റം, ഒരു ഇറക്കം കിട്ടിയപ്പോൾ ഒരു കയറ്റം എന്ന് പറഞ്ഞാൽ അത് പല ജോലികളിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മുടെ വർക്ക് ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ ഞാൻ യൂസ്ലെസ്സായി മാറുകയാണ്. അപ്പോൾ ചില മേഖലകളിൽ AI-യുടെ കേപ്പബിലിറ്റി കൂടി വരുന്നുണ്ട്. അത് വർക്ക് ഫ്ലോറിനെ ബാധിക്കും. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പറയുന്നത് AI ശക്തമായി ഫുൾ സ്വിങ്ങിൽ വരുമ്പോൾ 10 ജോലിയിൽ 4 ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വാൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ത്രെട്ട് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. കാരണം AI വളരെ റാപ്പിഡായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കൂടാതെ ധാരാളം ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ ഈ അടുത്ത കാലത്ത് മൈക്രോസോഫ്റ്റ് ഇതിനകത്ത് റിസർച്ച് ചെയ്തു. അവർക്ക് ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്, ബിങ്ങിൻ്റെ ഭാഗമായിട്ട് 2 ലക്ഷത്തോളം ഇൻട്രാക്ഷൻസാണ് അവരെ റിസർച്ച് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടൊരു 40 പ്രൊഫഷൻസ് അവർ ലിസ്റ്റ് ചെയ്തു. അതാണ് കൂടുതലും AI-യുടെ കടന്നുകയറ്റം വരുന്ന മേഖലകൾ. അപ്പോൾ 40 ലിസ്റ്റാണ്, 40 ടൈപ്പ് ജോലിയുടെ ലിസ്റ്റാണ്. കൂടുതലും ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും ക്ലറിക്കലായിട്ടുള്ള ജോലികളാണ് കൂടുതൽ കാണുന്നത്. നമ്മൾ ഓരോന്നായിട്ട് പരിശോധിക്കുന്നില്ല, വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ആദ്യത്തെ സെക്ഷനിലും കാണാൻ പറ്റും ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും, പിന്നെ ക്ലർക്ക് റിലേറ്റഡ്. പേജ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടുതൽ ക്ലർക്കുകളും ഡാറ്റ റിസർച്ചും കാണാൻ പറ്റും. പിന്നെ ടെക്നിക്കൽ റൈറ്റേഴ്സ്, ബാങ്കിങ് മേഖലയിൽ ക്രെഡിറ്റ് ഓതറൈസേഷനൊക്കെ AI വെച്ച് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് അസിസ്റ്റൻസ് ഒക്കെ ഡാറ്റാബേസ്ഡായുള്ള IT ജോബൊക്കെ റിസ്കിലാണ്. അപ്പോൾ ഈവൻ ഡോക്ടർമാരുടെ പേഷ്യൻ്റ് ഡയഗ്നോസിസ് AI-ക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാവുന്നൊരു മേഖലയാണ്. അപ്പോൾ ഹയസ്റ്റ് റിസ്ക് ആയിട്ട് കാണുന്നത് കസ്റ്റമർ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾക്കാണ്. അതായത് റൈറ്റിംഗ്, ട്രാൻസ്ലേഷൻ, കസ്റ്റമർ സർവീസ്, അതൊക്കെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം കോപൈലറ്റ്, ChatGPT ഇതിന് രണ്ടിൻ്റെയും ലാംഗ്വേജ് മോഡൽസ് ഇൻക്രീസിംഗ്ലി കേപ്പബിളാണ്. അത് അവർക്ക് കോൺവെർസേഷനൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഡാറ്റ പ്രോസസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് ഹെൽത്ത് കെയറിലും പ്രാക്ടിക്കൽ ജോബ്സിലും കൺസേൺസ് കുറവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ. റിലേറ്റീവ്ലി സേഫാണ്. കാരണം ഇത്തരം ജോലികൾക്ക് ഫിസിക്കൽ പ്രസൻസ് ആവശ്യമാണ്, പ്രാക്ടിക്കൽ സ്കില്ല് ആവശ്യമാണ്. ഉദാഹരണത്തിന് മെക്കാനിക്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, കെയർ ടേക്കേഴ്സ്. ഉദാഹരണത്തിനൊരു പ്ലംബിംഗ് വർക്കിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊന്നും പ്രാധാന്യമില്ലല്ലോ, അല്ലെങ്കിൽ ഒരു സർജറിക്ക്. അപ്പോൾ അത്തരം ജോലികൾ ചെയ്യുന്ന ഹെൽത്ത് കെയർ ഫീൽഡും അതുപോലെ ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ ജോബ്സൊക്കെ ഓക്കെയാണ്. ഈ തൽക്കാലം ത്രെട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൈക്രോസോഫ്റ്റ് അധികം ത്രെട്ടില്ലാത്ത
നിലവിൽ ത്രെട്ടില്ലാത്ത ജോബുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും കൺസ്ട്രക്ഷനും പിന്നെ മെറ്റൽ വർക്കുകളൊക്കെയാണ്. പേജ് ഡൗൺ. കാർപ്പൻറ്റേഴ്സ് കൂടുതലും ഹാൻഡ്സ് ഓൺ ടൈപ്പ് ജോലികളാണ്, ലേബർ ജോലികൾ. പേജ് ഡൗൺ. അപ്പോൾ ടേക്ക് അവേ ആയിട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങളും ചിന്തകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ലിസ്റ്റിൽ ബാധിക്കാത്ത ഒരു ജോലിയായിട്ട് കാണിച്ചിരിക്കുന്നത് മസാജ് തെറാപ്പിസ്റ്റാണ്. പക്ഷേ ധാരാളം പേര് അൺഎംപ്ലോയിഡ് ആകുമ്പോൾ ആരാണ് മസാജിന് പോകുന്നത് എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ട്. ഇതെല്ലാം കണക്റ്റഡാണ്, ഓരോ ജോലികളും പരസ്പരം കണക്റ്റഡാണ്. സർവീസ് സെക്ടറിലുള്ള പല ജോലികൾക്കും എംപ്ലോയ്മെൻറ്റും മാർക്കറ്റ് എംപ്ലോയബിലിറ്റിയും മാർക്കറ്റ് സ്ട്രെങ്ത് എല്ലാം ആവശ്യമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് വാൾമാർട്ടിനെ പറ്റിയാണ്. വാൾമാർട്ട് US-ലും യൂറോപ്പിലും വളരെ ശക്തമായ വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. അപ്പോൾ അവർ ഈ അടുത്ത കാലത്ത് ചെക്കൗട്ടൊക്കെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോയി കുറേ സാധനങ്ങൾ മേടിച്ച് കാർട്ടിലിട്ട് തള്ളിക്കൊണ്ട് വന്ന് ക്യാഷ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഓരോ പ്രോഡക്റ്റും ബാർകോഡ് സ്കാൻ ചെയ്ത് അപ്പോൾ TV മോണിറ്ററിൽ കാണിക്കുന്ന പൈസ ഒക്കെ അനുസരിച്ച് അതിൻ്റെ പേയ്മെൻറ്റും കാർഡ് വഴി സ്വൈപ്പ് ചെയ്ത് എല്ലാം ചെയ്ത് സാധനങ്ങളെല്ലാം തിരിച്ച് കാർട്ടിലിട്ട് തള്ളിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ പണ്ട് അവിടെ ഒരു 10-20 സ്റ്റാഫ് ഓരോ കൗണ്ടറിലും ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ പോയി. പകരം 2-3 നേരം അവിടെ നിൽക്കുന്നുണ്ടാവും, എന്തെങ്കിലും കാരണവശാൽ നമ്മൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അത് 3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫുള്ളി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന രീതിയിൽ എടുക്കാൻ പറ്റില്ല. കൂടുതലും അത് IT-യും ഹാർഡ്വെയർ ഓട്ടോമേഷനൊക്കെയാണ്. പക്ഷേ AI-യുടെ സ്വാധീനം ഉണ്ടാവാം. എനിവേ വാൾമാർട്ട് ചെക്കൗട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി സെൽഫ് ചെക്കൗട്ടാണ്. US-ലെ ഒരു മേജർ ബാങ്ക് അവരുടെ കസ്റ്റമർ കെയർ AI ചാറ്റ് ബോട്ട് ഉപയോഗിച്ച് റീസ്ട്രക്ചർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 17,000 കസ്റ്റമർ കെയർ എംപ്ലോയീസിനെ പിരിച്ചുവിട്ടു. 2,000 പേരെ നിലനിർത്തി. പക്ഷേ അതത്ര സക്സസ്ഫുൾ ആയില്ല. കാരണം AI ചാറ്റ് ബോട്ട് ഉപയോഗിച്ചുള്ള കസ്റ്റമർ കെയറിൽ പരാതികൾ എസ്കലേഷൻസ് വരികയും അവസാനം ബാങ്ക് അത് റോൾ ബാക്ക് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പിരിച്ചുവിട്ടവരെ വീണ്ടും ജോബ് ഓഫർ കൊടുത്ത് തിരികെ എടുത്തു. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മേജർ മാറ്റങ്ങൾ ലോകത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് റോബോട്ടിക്സ് 1940-ൽ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് കാണാം. ബ്രിട്ടനിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അങ്ങനെ പല കാർ ഇൻഡസ്ട്രി, അങ്ങനെ പല ഇൻഡസ്ട്രികൾ വരികയും മാനുവൽ ലേബർ അതൊരു സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ടും എക്സ്പെൻസീവ് ആയതുകൊണ്ടും ധാരാളം മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ബ്രിട്ടൻ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. കൂടാതെ നമുക്കറിയാം ഈ പുരുഷൻ്റെ മസിൽ പവർ റീപ്ലേസ് ചെയ്തുകൊണ്ട് മെഷീനറി എക്യുപ്മെൻറ്റ്സും ക്രെയിനും മറ്റൊക്കെ വരികയും അത് റീപ്ലേസ് ചെയ്യപ്പെട്ടു. ആ കാലഘട്ടത്തിലെല്ലാം ധാരാളം ആശങ്കകളുണ്ടായിരുന്നു മനുഷ്യർക്ക് ജോലികൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ അതൊക്കെ ജനം മറ്റുള്ള വഴികൂടെ ജോലി മാറി സ്കിൽ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതുപോലെ 1980s ശ്രദ്ധിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ കടന്നു വരുന്ന സമയങ്ങളാണ്. അവിടെ നമുക്ക് വലിയൊരു സ്കെയർ ഉണ്ടായിരുന്നു. ആളുകൾ ചോദിച്ചു ഇനി എന്ത് ചെയ്യും, ജോലികളൊക്കെ പോകും എന്നുള്ള രീതിയിലൊക്കെ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ. പക്ഷേ അതിപ്പോൾ എന്താണെന്ന് നമുക്കറിയാലോ. അതൊക്കെ നമ്മൾ നമ്മുടെ മനുഷ്യർ തരണം ചെയ്തു. അപ്പം ഇത് ഹിസ്റ്ററി നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ മാറ്റങ്ങൾ വരികയും ജനനുസരിച്ച് പാകപ്പെട്ട് പുതിയ മേഖലയിലേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോഴും ഒരു സെക്ഷൻ ഓഫ് ജോലികൾ പോകും.
അത് കൂടുതലും ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ബന്ധപ്പെട്ട് IT ജോബുകളിലുള്ള മാനുവൽ വർക്കായിരിക്കും പോവുക. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട പോലെ ജനം അതനുസരിച്ച് പുതിയ മേഖലയിലേക്ക് മാറും. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ റോബോട്ടിക്സിൽ ഇപ്പോൾ വലിയ തോതിൽ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോബോട്ടിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടുന്നതനുസരിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനം കൂടി വരുമ്പോൾ ഇപ്പോൾ വലിയ തോതിൽ അഫക്റ്റഡ് അല്ലാത്ത AI അഫക്റ്റഡ് അല്ലാത്ത പല കരിയേഴ്സിനും അത് ബാധിക്കും. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നമ്മുടെ ജനം അല്ലെങ്കിൽ മനുഷ്യർ അതായിട്ട് പൊരുത്തപ്പെട്ട് പുതിയ സ്കിൽ സെറ്റ് എടുത്ത് അത് ആ സാഹചര്യം തരണം ചെയ്യും. അപ്പോൾ ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വാക്കോടുകൂടി നമുക്ക് ചർച്ച അവസാനിക്കാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഗുണപ്പെട്ടെങ്കിൽ ദയവായി അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു ഗുണം കിട്ടും. ഡിസ്ക്ലൈമർ ഉണ്ട്, ദയവായി വായിക്കുക. താങ്ക് യു. യു ടേക്ക് കെയർ.